الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلن تجد له وليا مرشدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد ألا إن خير الهدي كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي أيها الناس أوصيكم وإياي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم شهر رمضان الذي أنزل فيه القرآن هدى للناس وبينات من الهدى والفرقان فمن شهد منكم الشهر فليصم ومن كان مريضا أو على سفر فعدة من أيام أخر يريد الله بكم اليسر ولا يريد بكم العسر ولتكملوا العدة ولتكبروا الله على ما هداكم ولعلكم تشكرون ബഹുമാന്യരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും അള്ളാഹുവിൻ്റെ വിധികളും വിലക്കുകളും പാലിച്ചുകൊണ്ട് അള്ളാഹുവെ സൂക്ഷിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കണമെന്ന് എന്നോടും അനന്തരം നിങ്ങളോടും ഉപദേശിക്കുകയാണ്. ആദ്യമായി തഖ്വ കൊണ്ട് വസിയ്യത്ത് ചെയ്യുകയാണ്. ബഹുമാന്യരായ സഹോദരങ്ങളെ സഹോദരിമാരെ, നമുക്കെല്ലാവർക്കും തഖ്വയും ഈമാനുമുള്ള ജീവിതം നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ബഹുമാനികളെ, വിശുദ്ധ റമളാൻ ഏതാനും ദിവസങ്ങൾക്കകം സമാഗതമാവുകയാണ്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം നമുക്കെല്ലാവർക്കും അറിയാവുന്നത് പോലെ പുണ്യങ്ങളുടെ വസന്തകാലമാണ് റമളാൻ. ആ റമളാനിന് മുന്നോടിയായി ഒരു വെള്ളിയാഴ്ച കൂടിയേ നമുക്കിനി ലഭിക്കുകയുള്ളൂ. ഏതായാലും ഒരുപാട് പുണ്യങ്ങളുമായി അതിൻ്റെ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുന്നത് വിശുദ്ധ ഖുർആൻ അവതീർണമായ മാസം എന്നുള്ളതാണ്. വിശുദ്ധ ഖുർആൻ അവതീർണമായ മാസം നമുക്കിടയിലേക്ക് ആഗതമാവുകയാണ്. നല്ല നിലയിൽ സ്വീകരിക്കുവാൻ റബ്ബ് തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഷഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. അല്ലാഹു പറയാൻ, റമളാൻ മാസം ഖുർആൻ അവതീർണമായ മാസമാണ്. അതാണ് റമളാന്റെ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുന്നത്. ഹുദൽ ലിന്നാസി വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. ജനങ്ങൾക്ക് സന്മാർഗമായി സത്യ അസത്യ വിവേചന ഗ്രന്ഥമായി വിശുദ്ധ ഖുർആനെ അല്ലാഹു തആല അവതരിപ്പിച്ചിട്ടുള്ള മാസമാണ് റമളാൻ മാസം. അതിനാൽ ഫമൻ ശഹിദ മിൻകുമുശ് ശഹ്റ ഫല്യസും. ആരെങ്കിലും ഈ മാസത്തിൽ ഹാജറുണ്ടെങ്കിൽ, ജീവനോടെ ആരോഗ്യത്തോടു കൂടി ഇരിക്കുന്നുണ്ടെങ്കിൽ അയാൾ നിർബന്ധമായും നോമ്പെടുത്തുകൊള്ളട്ടെ എന്നുള്ളതാണ് അള്ളാഹുവിൻ്റെ ആജ്ഞ. അല്ലാഹു തആല ഖിയാമിലും സിയാമിലുമായി കഴിഞ്ഞുകൂടാനും നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ബഹുമാന്യരായ സഹോദരങ്ങളെ സഹോദരിമാരെ, ഇസ്ലാമിക ലോകം പ്രതിസന്ധികളുടെ തീച്ചൂളയിലൂടെ മുന്നോട്ട് പോകുമ്പോഴാണ് ഈ വർഷം വിശുദ്ധ റമളാൻ നമുക്കിടയിലേക്ക് കടന്നു വരുന്നത്. ആഗോളതലത്തിൽ ഏറ്റവും വലിയ പ്രതിസന്ധി ഫലസ്തീൻ ജനത അഭിമുഖീകരിക്കുന്നതാണ്. ഇന്ത്യയിലും ഫാസിസ്റ്റ് വംശീയത അതിൻ്റെ പത്തി വിടർത്തി നിൽക്കുകയാണ്.
മാർച്ച് ആദ്യവാരം തന്നെ പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കുമെന്ന് കേന്ദ്ര സർക്കാർ തീരുമാനിച്ചതായി റിപ്പോർട്ടുകൾ വരുന്നു. ഉത്തരാഖണ്ഡിൽ ഏക സിവിൽ കോഡ് പാസാക്കുകയും ആസാമിൽ മുസ്ലിം വിവാഹ നിയമം റദ്ദാക്കുകയും ചെയ്തിരിക്കുന്നു. ഇതൊക്കെയാണ് ദേശീയ പശ്ചാത്തലം എന്ന് പറയുന്നത്. എന്നാൽ അന്തർദേശീയ പശ്ചാത്തലം ഇതിനേക്കാൾ ഭയാനകമാണ്. ഫലസ്തീൻ മക്കളുടെ കാര്യം അങ്ങേയറ്റം പരിതാപകരമായാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ദിവസങ്ങൾ മുന്നോട്ട് പോകുന്തോറും അവസ്ഥകൾ ഭീകരമാവുന്നു എന്നുള്ളതാണ്. ഗസയിൽ ഇസ്രായേൽ ഉപരോധം ശക്തമാക്കിയതോടുകൂടി ഭക്ഷണം, കുടിവെള്ളം, ഇന്ധനം എന്നിവയ്ക്കെല്ലാം രൂക്ഷമായ ക്ഷാമമാണ് ഫലസ്തീൻ ജനത അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നത്. കുടിക്കാനും കുളിക്കാനും ഉപ്പുവെള്ളം ഉപയോഗിക്കേണ്ടി വരുന്ന ദുരവസ്ഥയാണ് അവർക്കുള്ളത്. ഭക്ഷണത്തിന് വേണ്ടി ക്യൂ നിൽക്കുന്ന കുട്ടികളടക്കമുള്ളവരെ ഇസ്രായേൽ സേന അതിക്രൂരമായി വെടിവെച്ച് കൊല്ലുന്ന വാർത്തകളും നാം കേൾക്കുന്നു, നാം കാണുന്നു. ഏതായാലും ആ ജനതയ്ക്ക് വേണ്ടി നമുക്ക് ഉള്ളു തുറന്ന് പ്രാർത്ഥിക്കാം. ആ ജനതയുടെ എല്ലാ പ്രയാസങ്ങളെയും നീക്കി അവർക്ക് അല്ലാഹു ജീവിതത്തിൽ എളുപ്പം പ്രദാനം ചെയ്യുമാറാവട്ടെ. അതുപോലെ തന്നെ അവർക്ക് ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം, ഇന്ധനം എന്നീ സൗകര്യങ്ങളെല്ലാം തന്നെ അല്ലാഹു തആല എളുപ്പമാക്കി കൊടുക്കുമാറാവട്ടെ. തീർച്ചയായും അല്ലാഹുവിന്റെ സഹായം ഇന്നല്ലെങ്കിൽ നാളെ ഫലസ്തീൻ ജനതയ്ക്ക് വരും. അത് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ എന്ന് പറയുന്നത്. ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ പറഞ്ഞല്ലോ, ദേശീയ അന്തർദേശീയ സാഹചര്യം, അതിന്റെ സവിശേഷതകൾ, അതിന്റെ ഭയാനതകൾ, അതിന്റെ ഭീകരതകൾ. പക്ഷെ ഇവിടെയൊന്നും പതറാതെ, പ്രതിസന്ധികളിൽ ആടി ഉലയാതെ മുന്നോട്ട് പോവാനുള്ള അതിജീവന ശേഷിയാണ് വരുന്ന റമളാനിലൂടെ നമ്മൾ ആർജിക്കേണ്ടത്. കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്ന ശഅബാനിലൂടെ, അതിന്റെ ആത്മീയതയിലൂടെ നമ്മൾ നേടേണ്ടത്. ഈ റമളാൻ, സമാഗതമാവുന്ന റമളാൻ, വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം എല്ലാ അർത്ഥത്തിലും അതിജീവനത്തിന്റെ റമളാനാണ് എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാവേണ്ടതുണ്ട്. തഖ്വയിലൂടെയും ഈമാനിലൂടെയും ആത്മീയതയെ പുഷ്ടിപ്പെടുത്തിക്കൊണ്ടും മാത്രമേ നമുക്ക് ഈ ഭയാനകമായ, ഭീതിജനകമായ അന്തരീക്ഷത്തെ ഭേദിക്കുവാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ അത് ഭീതിജനകമായ അന്തരീക്ഷമാണെങ്കിലും നിർഭയത്വത്തോടുകൂടി അതിനെ നേരിടാൻ, സമാധാനത്തോടുകൂടി അതിനെ നേരിടാനുള്ള ആർജവും അതിജീവന ശേഷിയും തീർച്ചയായും റമളാനിലൂടെ കൈവരിക്കാൻ നമുക്ക് സാധിക്കണം. അതാണ് റമളാന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. റമളാൻ ഖുർആൻ ഇറങ്ങിയ മാസമാണ്. റമളാനെയും ഖുർആനെയുമെല്ലാം കൂട്ടുപിടിച്ചു വേണം നാം ഈ അതിജീവന ശേഷി നേടാൻ. കാരണം ഖുർആൻ എന്ന് പറയുന്നത് മനുഷ്യൻ അഭിമുഖീകരിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരമാണ്. എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള സമാശ്വാസമാണ് ഖുർആൻ എന്ന് പറയുന്നത്. വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉൻ വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ വലാ യസീറു ളാലിമീന ഇല്ലാ ഖസാറ. അല്ലാഹു പറയാൻ, വനുനസ്സിലു മിനൽ ഖുർആൻ, ഖുർആനിൽ നിന്നും നാം ഇറക്കുകയാണ്. എന്താണ് അല്ലാഹു തആല ഖുർആനിൽ നിന്ന് ഇറക്കുന്നത്? മാ ഹുവ ശിഫാഉൻ, ജനങ്ങൾക്ക് ശമനമായിട്ടുള്ളത്, ജനങ്ങൾക്ക് സമാശ്വാസമായിട്ടുള്ള വചനങ്ങളാണ് ഖുർആന്റെ വചനങ്ങൾ എന്ന് പറയുന്നത്. വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ, വിശ്വാസികൾക്ക് ഖുർആൻ കാരുണ്യമാണ്. വലാ യസീറു ളാലിമീന ഇല്ലാ ഖസാറ, എന്നാൽ അക്രമികൾക്ക് നഷ്ടമല്ലാതെ ഒന്നും വർദ്ധിക്കുകയില്ല, വർദ്ധിപ്പിക്കുകയില്ല. സഹോദരങ്ങളെ, ഖുർആൻ മാനവരാശിയുടെ ശമനവും അതുപോലെ തന്നെ കാരുണ്യവുമാണ്. ഈ ഖുർആനെയും റമളാനെയും കൂട്ടുപിടിച്ചുകൊണ്ട് ദേശീയ അന്തർദേശീയ സാഹചര്യങ്ങളിൽ നാം നേരിടുന്ന പ്രതിസന്ധികളിൽ അതിജീവിക്കുവാൻ, തളരാതെ മുന്നോട്ട് പോവാൻ നമുക്ക് സാധ്യമാവേണ്ടതുണ്ട്. അതാണ് വരാൻ പോകുന്ന റമളാന്റെ സവിശേഷത എന്ന് പറയുന്നത്. അള്ളാഹുവിന്റെ അടിമക്ക് അള്ളാഹു മാത്രം മതി. അതാണ് റമളാനും ഖുർആനും നമ്മോട് പറയുന്നത്. അലൈസല്ലാഹു ബികാഫിൻ അബ്ദഹ്, അള്ളാഹുവിന്റെ അടിമക്ക് അള്ളാഹു മാത്രം പോരെ. വയുഖവ്വിഫൂനക ബില്ലദീന മിൻ ദൂനിഹി, അള്ളാഹുവിനെ പുറമെ മറ്റു പലരെയും ചൂണ്ടിക്കാണിച്ചുകൊണ്ട്
അവര് നിങ്ങളെ ഭയപ്പെടുത്തുകയാണ്. നോക്കൂ നിങ്ങൾ ആ രാജ്യങ്ങളെയെല്ലാം, അവർക്ക് എത്രമാത്രം സൈനിക ശക്തിയാണുള്ളത്, അവരുടെ കയ്യിൽ എത്രമാത്രം ആയുധങ്ങളാണുള്ളത്. അങ്ങനെ മറ്റു പലരെയും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവർ നിങ്ങളെ ഭയപ്പെടുത്തുകയാണ്. പക്ഷേ നിങ്ങൾ ഭയപ്പെടരുത്. അള്ളാഹുവിന്റെ അടിമക്ക് അള്ളാഹു മാത്രം മതി എന്നുള്ള ചിന്തയാണ് നിങ്ങളെ നയിക്കേണ്ടതെന്ന് അള്ളാഹു പറയാൻ. ആരെങ്കിലും ദുർമാർഗത്തിൽ അള്ളാഹു അകപ്പെടുത്തി കഴിഞ്ഞാൽ അയാൾ പിന്നെ നിർവഴിയിലാവുകയില്ല, സന്മാർഗം പ്രാപിക്കുകയില്ല. അള്ളാഹുവിന്റെ അടിമയ്ക്ക് അള്ളാഹു മാത്രം മതി എന്ന് പറഞ്ഞിട്ട് എന്താ പലസ്തീൻ ജനത ഇങ്ങനെയൊക്കെ അഭിമുഖീകരിക്കുന്നത്? പലരും ചിന്തിക്കുന്നുണ്ട്, ചിലർ ചോദിക്കാറുമുണ്ട്. പക്ഷേ അതിൻ്റെയും വളരെ കൃത്യമായ വ്യക്തമായ മറുപടി അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിൽ പലതവണ ആവർത്തിച്ചു പറഞ്ഞിട്ടുണ്ട്. എന്തിനാണത്? നിങ്ങളിൽ യഥാർത്ഥ വിശ്വാസികൾ ആരാണെന്ന് അറിയുന്നതിന് വേണ്ടിയാണ് ഈ പ്രതിസന്ധികൾ. അതുപോലെ തന്നെ നിങ്ങളിൽ നിന്ന് രക്തസാക്ഷികളെ ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഈ പ്രതിസന്ധികൾ. നിങ്ങളിൽ യഥാർത്ഥ വിശ്വാസികൾ ആരെന്നറിയാനും നിങ്ങളിൽ രക്തസാക്ഷികൾ ഉണ്ടാവുന്നതിനും വേണ്ടിയാണ് ഈ പ്രതിസന്ധികൾ. അതല്ലാഹു അവർക്ക് അവസരങ്ങൾ നൽകുകയാണ്. അതല്ലാഹു കൂടുതൽ നന്മകൾ ചെയ്യാൻ, ക്ഷമയുടെ പ്രതിഫലം കൂടുതലായി നേടിയെടുക്കാനുള്ള അവസരം ജഗന്നിയന്താവായ നാഥൻ ആ ജനതയ്ക്ക് നൽകുകയാണ്. വല്ലാഹു ലാ യുഹിബ്ബുൽ ളാലിമീൻ. അക്രമികൾ അല്ലാഹു തആല ഇഷ്ടപ്പെടുകയില്ല. നോക്കൂ നിങ്ങൾ, ഇസ്രായേലിനെ അല്ലാഹു സ്നേഹിച്ചത് കൊണ്ടല്ല അവർ ഈ അക്രമങ്ങൾ വിതയ്ക്കുന്നത്, മറിച്ച് ഈ അക്രമങ്ങൾ എത്രത്തോളം അവർ ചെയ്യുമെന്ന് അല്ലാഹു നിരീക്ഷിക്കുകയാണ്. അതിന്റെ ശിക്ഷ കൂട്ടമായിട്ട്, അതിന്റെ ശിക്ഷ കഠിനമായിട്ട് അവരെ അനുഭവിപ്പിക്കുന്നതിന് വേണ്ടി വലിയുമഹിസുല്ലാഹു അല്ലദീന ആമനൂ വയംഹഖൽ കാഫിരീൻ. വലിയുമഹിസുല്ലാഹു അല്ലദീന ആമനൂ, സത്യവിശ്വാസികളായ ആളുകളെ കടഞ്ഞെടുക്കുന്നതിന് വേണ്ടിയാണിത്. അവരെ പരിശോധിക്കുന്നതിന് വേണ്ടിയാണ്. അവരുടെ ഈമാൻ എത്രത്തോളം ഉണ്ടെന്ന് ലോക ജനതയ്ക്ക് മുമ്പിൽ വ്യക്തമാക്കി കൊടുക്കുന്നതിന് വേണ്ടിയാണ്. സത്യവിശ്വാസികളെ പരിശോധിക്കുന്നതിന് വേണ്ടിയാണ്. വയംഹഖൽ കാഫിരീൻ. അതുപോലെ തന്നെ നിഷേധികളുടെ ശക്തി ക്രമേണ ക്ഷയിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. ഇന്നവർ വലിയ ശക്തന്മാരായിട്ട് അഹങ്കരിക്കുകയാണ്. ആ അഹങ്കാരത്തോടു കൂടി നിരപരാധികളായ കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും അവർ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരു വലിയ വംശഹത്യയാണ് അവർ നടത്തുന്നത് എന്നാണ് അവർ ചിന്തിക്കുന്നത്. പക്ഷേ ഈ വംശം ചരിത്രത്തിൽ നിന്നില്ലാതെയാവുന്നില്ല. അത് ഫിനിക്സ് പക്ഷികളെ പോലെ ഉയർത്തെഴുന്നേൽക്കും എന്ന് അവരറിയാതെ പോകുന്നു എന്നുള്ളതാണ്. നോക്കൂ നിങ്ങൾ സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ ഓരോ പരീക്ഷണങ്ങളും അള്ളാഹുവിന്റെ തികഞ്ഞ അറിവോടെയും ബോധ്യത്തോടു കൂടിയും തന്നെയാണ് ഈ പ്രപഞ്ചത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും. ഈ അക്രമികൾ അല്ലാഹു തആല വെറുതെ വിടാൻ പോകുന്നില്ല. വൈദാ അറദിനാ അൻ നുഹ്ലിക ഖറിയതൻ അമർനാ മുത്രഫിഹാ. ഒരു ജനതയെ നശിപ്പിക്കാൻ നാം ഉദ്ദേശിച്ചാൽ അല്ലാഹു പറയാണ്, അവിടത്തെ സുഖലോലുപന്മാർക്ക് ആജ്ഞ നൽകുന്നു, അവരോട് നന്നാവാൻ പറയുന്നു. നന്നാവിൻ മനുഷ്യരെ, നിരപരാധികൾ ആക്രമിക്കാതെ നന്നാവിൻ മനുഷ്യരെ എന്നുള്ള ദൈവാജ്ഞ ധാരാളം ലഭിച്ച സമൂഹമാണവർ. പക്ഷേ ആ സുഖലോലുപതയിൽ എല്ലാം അവർ മറന്നു പോകുന്നു. അവരാ രാജ്യത്ത്, അവരാ നാട്ടിൽ അധർമ്മം പ്രവർത്തിക്കുന്നു, അവരക്രമം പ്രവർത്തിക്കുന്നു. അക്രമത്തിന്റെ ഭാഗമായി അല്ലാഹുവിന്റെ ശിക്ഷയുടെ വചനം അവരുടെ മേൽ സ്ഥിരപ്പെടുക തന്നെ ചെയ്യും. അതെപ്പോഴേ എന്നതിൽ മാത്രമേ ഉത്തരം ബാക്കിയുള്ളൂ. തീർച്ചയായും അത് സംഭവിക്കും. അവരുടെ നാശം സംഭവിക്കും. അവരെ ഒരു തകർക്കൽ നാം തകർക്കുക തന്നെ ചെയ്യും. അക്രമികളായ ഒരു ജനതയും ചരിത്രത്തിൽ എന്നെന്നും അവശേഷിച്ചിട്ടില്ല എന്നതിന് ചരിത്രം സാക്ഷിയാണ്, ഇതിന് ഖുർആൻ സാക്ഷിയാണ്. അതാണ് അല്ലാഹു തആല തുടർന്നുള്ള വചനത്തിൽ പറയുന്നത്. വകം അഹ്ലക്നാ മിനൽ ഖുറൂനി മിൻ ബഅദി നൂഹിൻ. നൂഹ് അലൈഹിസ്സലാമയുടെ ജനതയ്ക്ക് ശേഷം എത്രങ്ങാനും അക്രമികളായ ജനതയാണ് നാം നശിപ്പിച്ചത്. നശിപ്പിക്കപ്പെടുക തന്നെ ചെയ്യും, തീർച്ചയാണ്. അക്രമികൾക്ക് ഭൂമിയിൽ സ്ഥിരവാസമുണ്ടാവുമെന്ന് ആരും ധരിക്കണ്ട.
ഇന്നല്ലെങ്കിൽ നാളെ അവരുടെ നാശം സംഭവിക്കുക തന്നെ ചെയ്യും. അല്ലാഹു തആല അതൊക്കെ കാണുന്നുണ്ട്. അല്ലാഹു തആല തന്റെ അടിമകളിൽ ആരാണ് അക്രമം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നതിനെ സംബന്ധിച്ച് സൂക്ഷ്മമായി അറിയുന്നവനും എല്ലാം കാണുന്നവനുമാണ്. അല്ലാഹു ഇത് കാണാതെ പോകുന്നുണ്ടെന്ന് നമ്മളാരും ധരിക്കേണ്ടതില്ലെന്നാ ഖുർആൻ പറയുന്നത്. തീർച്ചയായും അല്ലാഹു നിരപരാധികളായി മനുഷ്യരോട് ചെയ്യുന്ന അക്രമങ്ങൾ കാണുന്നുണ്ട്. ഭക്ഷണത്തിന് വേണ്ടി ക്യൂ നിൽക്കുമ്പോൾ, ഒരു ജനത ക്യൂ നിൽക്കുമ്പോ അവരിലേക്ക് വെടിയുതിർക്കുന്ന, ബോംബിട്ടുകൊണ്ട് അവരെ കൊല്ലുന്ന ആ നശീകരണ പ്രവൃത്തിയുണ്ടല്ലോ, പടച്ചതമ്പുരാൻ അത് കാണുന്നുണ്ടെന്ന് നമ്മളും അറിയണം വിശ്വാസികളെ. അല്ലാഹു അത് കണ്ടുകൊണ്ടിരിക്കുന്നു. അവിടെയാണ് നമുക്ക് ആശ്വസിക്കാനുള്ള വകയുള്ളത്. അല്ലാഹു ഈ ജനതയ്ക്ക് പരീക്ഷണത്തിന്റെ തീച്ചൂളയിലൂടെ മുന്നോട്ട് പോയി ആ പരീക്ഷണത്തിന്റെ വലിയ വലിയ പ്രതിഫലങ്ങൾ ആർജിക്കുവാനുള്ള അവസരം നൽകുകയാണ് പലസ്തീനികളെ സംബന്ധിച്ചിടത്തോളം. അം ഹസിബതും അൻ തദ്ഖുലുൽ ജന്നത വലമ്മാ യഅലമില്ലാഹു അല്ലദീന ജാഹദൂ മിൻകും വയഅലമസ് സ്വാബിരീൻ. സ്വർഗ്ഗത്തിലേക്ക് അങ്ങ് വെറുതെ കടന്നു കയറി ചെല്ലാമെന്ന് നിങ്ങൾ ധരിച്ചുവോ? അല്ലാഹു ചോദിക്കുകയാണ്, സ്വർഗ്ഗത്തിലേക്ക് അങ്ങ് വെറുതെ കടന്നു കയറി ചെല്ലാമെന്ന് നിങ്ങൾ ധരിച്ചുവോ? വലമ്മാ യഅലമില്ലാഹു അല്ലദീന ജാഹദൂ മിൻകും, നിങ്ങളിൽ നിന്ന് ധർമ്മസമരം നടത്തുന്ന ആളുകളെ വേർതിരിക്കാതെ, വയഅലമസ് സ്വാബിരീൻ, ക്ഷമാലുക്കളായ ആളുകളെയും വേർതിരിക്കാതെ അവർക്കാണ് സ്വർഗമുള്ളത്. അവരാണ് സ്വർഗത്തിലെ മുന്നണി പോരാളികൾ എന്ന് പറയുന്നത്. ക്ഷമാലുക്കളും ധർമ്മസമരം ചെയ്യുന്നവരുമായ ആളുകൾ, അവരാണ് സഹോദരങ്ങളെ സ്വർഗത്തിലെ മുന്നണി പോരാളികൾ എന്ന് പറയുന്നത്. ആ ജനതയെ സ്വർഗത്തിലെ മുന്നണി പോരാളികളാക്കുന്നതിന് വേണ്ടിയാണ് ഈ പരീക്ഷണങ്ങൾക്ക് അവർ ഇരയായി കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ അറിയണം. ഫലസ്തീനിൽ മാത്രമല്ല ഈ പരീക്ഷണങ്ങൾ നടക്കുന്നത്, ഫലസ്തീനിൽ കഠിനമായിട്ട് ഈ പരീക്ഷണങ്ങൾ നടക്കുന്നു. നമ്മളത് അറിയുന്നു, മനസ്സിലാക്കുന്നു. സഹോദരങ്ങളെ, ധാരാളം മുസ്ലിം ജനവിഭാഗങ്ങൾ, വിശ്വാസികളായ ആളുകൾ ആധുനിക കാലഘട്ടത്തിൽ തന്നെ ഇതുപോലെയുള്ള പരീക്ഷണങ്ങൾക്ക് ഇരയായവരാണ്, ഇന്നും ഇരയായി കൊണ്ടിരിക്കുകയാണ്. ബോസ്നിയൻ മുസ്ലിങ്ങളും മ്യാൻമറിലെ റോഹിംഗ്യകളും ചൈനയിലെ ഉയ്ഗൂർ മുസ്ലിങ്ങളും എന്നും അഭിമുഖീകരിക്കുന്നതും അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നതും അഭിമുഖീകരിച്ചു കഴിഞ്ഞതുമായ പരീക്ഷണങ്ങൾ ഈ രീതിയിലുള്ള പരീക്ഷണങ്ങളാണ്. വേട്ടക്കാരന്റെ വിഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ അതിൽ വ്യത്യാസമുണ്ട്. പക്ഷേ വേട്ടയാടുകയാണ്, വിശ്വാസികളെ വേട്ടയാടുകയാണ്. ഞങ്ങൾ അല്ലാഹുവിൽ വിശ്വസിച്ചു എന്ന് പറഞ്ഞതിന്റെ പേരിൽ വേട്ടയാടപ്പെടുകയാണ്, വേട്ടയാടപ്പെട്ടവരാണ് ഈ ജനവിഭാഗങ്ങളെല്ലാം എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. സഹോദരങ്ങളെ, സഹോദരിമാരെ, 2024 തുടർഭരണം കിട്ടി ഈ ഫാസിസ്റ്റ് സർക്കാർ തന്നെ അധികാരത്തിൽ വന്നാൽ ഇന്ത്യയുടെ ചിത്രം എന്താവുമെന്നും നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, എന്തെന്ത് പ്രതിസന്ധികൾ ഉണ്ടായാലും വിശ്വാസദാർഢ്യം കൊണ്ട് നമുക്കും നമ്മുടെ മക്കൾക്കും പ്രതിസന്ധികളെ അതിജീവിക്കാനുള്ള കരുത്ത് നേടേണ്ടതുണ്ട്. അതിന് പ്രചോദനമേകുന്ന ധാരാളം ചരിത്ര വിവരണങ്ങൾ വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും. ചരിത്രത്തിലെ വ്യത്യസ്ത ഘട്ടങ്ങളിൽ അക്രമികളായ ഭരണാധികാരികൾ വന്നുകൊണ്ട് വിശ്വാസികളെ വിവിധ പീഡനങ്ങൾക്കിരയാക്കി. പക്ഷേ അവിടെയെല്ലാം ഈമാൻ കൊണ്ടവർ അതിജീവിച്ചു എന്നാണ് ചരിത്രം പറയുന്നത്. വിശുദ്ധ ഖുർആനിലെ സൂറ അൽ കഹ്ഫിലെ പ്രധാനപ്പെട്ട പ്രമേയവും പ്രധാനപ്പെട്ട ചരിത്ര വിവരണവും അതാണല്ലോ. ദക്കിയാനൂസ് എന്ന് പറയുന്ന ഒരു ചക്രവർത്തി അന്നാട്ടിൽ ജീവിച്ചിരുന്ന ആളുകളോട് വിഗ്രഹാരാധന നടത്തുവാൻ നിർബന്ധിപ്പിക്കുകയായിരുന്നു. വെള്ളിയാഴ്ചകളിൽ നാം പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്ന സൂറത്തുൽ കഹ്ഫിലെ പ്രധാനപ്പെട്ട ഒരു ചരിത്ര വിവരണമാണ്. ദക്കിയാനൂസ് എന്ന് പറയുന്ന ഒരു ഭരണാധികാരി അദ്ദേഹത്തിന്റെ പ്രജകളെ നിർബന്ധിപ്പിക്കുകയാണ്, അന്നാട്ടിലെ പൗരന്മാരെ നിർബന്ധിപ്പിക്കുകയാണ് വിഗ്രഹാരാധന നടത്താൻ. പക്ഷേ ഒരു കൂട്ടം ചെറുപ്പക്കാർ ആദർശദാർഢ്യത്തോടുകൂടി ഈമാനികമായ ഉണർവോടുകൂടി എഴുന്നേറ്റ് നിന്നു. ഞങ്ങൾക്കതിന് കഴിയില്ല, ഞങ്ങളതിന് സന്നദ്ധമാവുകയില്ല. അല്ലാഹു തആല പറയുന്നുണ്ട്, വറബത്നാ അലാ ഖുലൂബിഹിം ഇദ് ഖാമൂ ഫഖാലൂ റബ്ബുനാ റബ്ബുസ് സമാവാതി വൽ അർദ്. അവരുടെ ഹൃദയങ്ങൾ കെട്ടുറപ്പുള്ളതായി മാറി. അല്ലാഹു തആല അവരുടെ ഹൃദയങ്ങളെ അഖീദ കൊണ്ട്, ആദർശം കൊണ്ട് കെട്ടുറപ്പുള്ളതാക്കി മാറ്റി. അവരെഴുന്നേറ്റ് നിന്ന് പറഞ്ഞു, ഇദ് ഖാമൂ ഫഖാലൂ, എഴുന്നേറ്റ് നിന്നുകൊണ്ട് അവർ പറഞ്ഞു, റബ്ബുനാ റബ്ബുസ് സമാവാതി വൽ അർദ്,
ഞങ്ങളുടെ നാഥൻ ആകാശഭൂമികളുടെ രക്ഷിതാവാണ്. ലൻ നദഉ മിൻ ദൂനിഹി ഇലാഹൻ ലഖദ് ഖുൽനാ ഇദൻ ശതതാ. ആ പടച്ചവന് പുറമെ ആരെയും ഞങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുകയില്ല, ആ പടച്ചവന് പുറമെ ആരെയും ഞങ്ങൾ ആരാധിക്കുകയില്ല. ലഖദ് ഖുൽനാ ഇദൻ ശതതാ. അങ്ങനെ ഞങ്ങൾ ചെയ്താൽ ഞങ്ങൾ അന്യായം പറഞ്ഞിരിക്കുന്നു, ഞങ്ങൾ അന്യായം പ്രവർത്തിച്ചിരിക്കുന്നു, ഞങ്ങളത് ചെയ്യുകയില്ല. ഈ ഘട്ടത്തിലാണ് അവർ ഗുഹയിലേക്ക് അഭയം തേടുന്നതും അള്ളാന്റെ ഭാഗത്തു നിന്നുള്ള രക്ഷയുടെ സഹായത്തിന്റെ ഭാഗമായി വർഷങ്ങളോളം, പതിറ്റാണ്ടുകളോളം, നൂറ്റാണ്ടുകളോളം അവരെ ഉറക്കിക്കിടത്തുകയും ചെയ്തത്. സഹോദരങ്ങളെ, സഹോദരിമാരെ, തീർച്ചയായും അള്ളാഹുവിന്റെ മാർഗത്തിൽ, സത്യമാർഗത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാവുമ്പോ ഈമാനോടുകൂടി ഉറച്ചു നിൽക്കാൻ നമുക്ക് സാധ്യമായി കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള സഹായങ്ങൾ ഉണ്ടാവുമെന്ന് വിശുദ്ധ ഖുർആനിലെ ചരിത്ര വിവരണങ്ങളിൽ നിന്ന് ധാരാളമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത് പറയുന്ന ചരിത്രമാണ്. ആ ഈമാനികമായ പ്രചോദനത്തോടുകൂടി പ്രതിസന്ധികളെ അതിജീവിക്കാനുള്ള കരുത്ത് നിങ്ങൾ നേടണം എന്ന് പറയുന്ന ചരിത്ര വിവരണങ്ങളാണ് ഖുർആനിൽ ആസകലമുള്ളത് എന്ന് നമുക്ക് ഖുർആൻ പരിശോധിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നതാണ്. ഇന്നഹും ഫിതിയത്തുൻ ആമനൂ ബിറബ്ബിഹിം വസിദ്നാഹും ഹുദാ. അല്ലാഹു തആല ചെറുപ്പക്കാരെ സംബന്ധിച്ച് പറയാൻ, അതായത് ഗുഹയിൽ അഭയം തേടിയ ചെറുപ്പക്കാർ, ഇന്നഹും ഫിതിയത്തുൻ ആമനൂ ബിറബ്ബിഹിം, നിശ്ചയം അവരൊരു കൂട്ടം ചെറുപ്പക്കാരായിരുന്നു, അവരുടെ റബ്ബിൽ അടിയുറച്ച് വിശ്വസിച്ചിരുന്ന ചെറുപ്പക്കാർ. വസിദ്നാഹും ഹുദാ. അല്ലാഹു തആല അവരുടെ ഈമാനിനെ വർദ്ധിപ്പിക്കുകയായിരുന്നു, നാൾക്കുനാൾ അവരുടെ ഈമാനിനെ വർദ്ധിപ്പിക്കുകയായിരുന്നു. അതുകൊണ്ട് ചക്രവർത്തിയുടെ ഭീഷണികൾക്ക് മുമ്പിൽ വശംവദരാവാതെ, കീഴടങ്ങാതെ തൗഹീദിന്റെ പ്രഖ്യാപനം നടത്താൻ അവർക്ക് സാധ്യമായി എന്നുള്ളതാണ്. സഹോദരങ്ങളെ, ആ ഈമാനികമായ അതിജീവന ശേഷി ആർജിക്കാൻ, അതിനാണ് വിശുദ്ധ റമദാൻ എന്ന് പറയുന്നത്. നിരാശയുടെ കയങ്ങളിലേക്ക് നമ്മൾ പോവാൻ പാടില്ല. ഫലസ്തീന്റെ വർത്തമാനം വായിച്ചിട്ട് ഇതെന്താണ് പടച്ചവന്റെ ആളുകൾ, വിശ്വാസികളായ ആളുകൾ, അവരിതിനു മാത്രം വലിയ പ്രയാസങ്ങളും പീഡനങ്ങളും ഒക്കെ അഭിമുഖീകരിക്കുന്നു എന്ന രീതിയിലുള്ള നിരാശകൾ നമ്മുടെ ഹൃദയത്തിലേക്ക് വന്ന് നിരാശയുടെ കയങ്ങളിലേക്ക് നമ്മൾ മുങ്ങിപ്പോയാൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. നമുക്ക് മർദ്ദിതരായ ജനവിഭാഗങ്ങൾക്ക് വേണ്ടി ഒരു പോരാട്ടവും ലോകത്ത് നിർവഹിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് റമദാനിന്റെ കരുത്തെന്ന് പറയുന്നത് പ്രതീക്ഷയുടെ കരുത്താണ്. നിരാശയുടെ കയങ്ങളിലേക്ക് മുങ്ങാതെ ബദറിന്റെ സ്മരണകൾ ഉണർത്തുന്ന റമദാനിനെ മുൻനിർത്തിക്കൊണ്ട് പ്രതീക്ഷയോടുകൂടി നിങ്ങൾ മുന്നോട്ട് പോകണം. ബദറിന്റെ സ്മരണകളാണ് റമദാൻ നമ്മുടെ ഹൃദയത്തിലേക്ക് കൊണ്ടുവരുന്നത്. ബദർ എന്ന് പറഞ്ഞാൽ വിജയത്തിന്റെ പ്രതീക്ഷകളാണ്. ദുർബലരായ ജനവിഭാഗവും ന്യൂനപക്ഷ സമൂഹവും അവർക്ക് ഈമാൻ ഉണ്ടെങ്കിൽ വിജയിക്കാൻ കഴിയുമെന്ന് പറയുന്ന പോരാട്ടമാണ് ബദർ എന്ന് പറയുന്നത്. കമ്മിൻ ഫിഅത്തിൻ ഖലീലത്തിൻ ഗലബത് ഫിഅതൻ കസീറ. എത്രയെത്ര ചെറു സംഘങ്ങളാണ് വലിയ വലിയ സംഘങ്ങൾ അതിജീവിച്ചിട്ടുള്ളത്, അതിജയിച്ചിട്ടുള്ളത് എന്ന് പറയുന്ന പോരാട്ടമാണ് ബദറിന്റെ ഏറ്റവും വലിയ സ്മരണ എന്ന് പറയുന്നത്. ബദറിന്റെ സ്മരണകളെ മുൻനിർത്തിക്കൊണ്ട് പ്രതീക്ഷയോടുകൂടി, ഈമാനോടുകൂടി സാഹചര്യങ്ങൾ അതിജീവിക്കാനും അതിജയിക്കാനും സാധ്യമാവണം. അതിനാണ് റമദാൻ എന്ന് പറയുന്നത്. പ്രതീക്ഷയുടെ കിരണങ്ങൾ നമുക്ക് സമ്മാനിക്കുന്ന റമദാൻ. വലാ തഹിനു വലാ തഹ്സനു അൻതുമുൽ അലൗന ഇൻ കുൻതും മുഅ്മിനീൻ. നിങ്ങൾ ദുർബലരായി പോവരുത്, നിങ്ങൾ ദുഃഖിതരായി പോവരുത്. നിങ്ങളുടെ ഹൃദയത്തിൽ ഈമാൻ ഉണ്ടെങ്കിൽ, നിങ്ങളുടെ ഹൃദയത്തിൽ വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങൾ തന്നെയാണ് അത്യുന്നതർ. ആ ഈമാൻ ആർജിക്കുവാൻ, ആ ഈമാനിന് കരുത്ത് പകരാൻ, ആ ഈമാനിന് ശക്തി പകരാൻ റമദാനെ നന്നായി പ്രയോജനപ്പെടുത്തണം. റമദാൻ ഇങ്ങനെ വിളിക്കാത്ത ഒരു അതിഥിയെ പോലെ നമ്മിലേക്ക് കടന്നു വന്ന് യാന്ത്രികമായിട്ട് തള്ളിക്കളയേണ്ടുന്ന ദിനരാത്രങ്ങളല്ല റമദാൻ മാസം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ ഈമാനിന് കരുത്തു നൽകാൻ, നമ്മുടെ മക്കളുടെ ഈമാനിന് കരുത്തു നൽകാൻ, നമ്മുടെ കുടുംബത്തിന്റെ ഈമാനിന് കരുത്തു നൽകാൻ, മുസ്ലിം ഉമ്മത്തിന്റെ ഈമാനിന് കരുത്തു നൽകാൻ റമദാനിലൂടെ സാധ്യമാവണം എന്നുള്ളതാണ്. നിരാശ വന്നു കഴിഞ്ഞാൽ പിന്നെ അവരെ രക്ഷപ്പെടാൻ പോകുന്നില്ല. വലാ തൈഅസൂ മിർ റൗഹില്ലാഹി ഇന്നഹു ലാ യൈഅസു മിർ റൗഹില്ലാഹി ഇല്ലൽ ഖൗമുൽ കാഫിറൂൻ. അല്ലാഹുവിന്റെ കാരുണ്യത്തിൽ നിന്ന് നിങ്ങളെ നിരാശ ബാധിക്കാനേ പാടില്ല. ഒരു നിലക്കും നിങ്ങൾ നിരാശരാവാൻ പാടില്ല. കാരണം നിരാശ ബാധിക്കുന്നത് നിഷേധികളായ ജനവിഭാഗത്തെ മാത്രമാണ്. വിശ്വാസികളെ നിരാശ ബാധിക്കുകയില്ല. വമൻ യഖ്നുതു മിർ റഹ്മതി റബ്ബിഹി ഇല്ല ളാല്ലൂൻ.
വഴികേടിലായ ജനതയല്ലാതെ അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിന്ന് നിരാശരാവുകയില്ല. തീർച്ചയായും ഫലസ്തീൻ ജനത അതിജീവിക്കും, ഇസ്ലാമിക ഉമ്മത്ത് അതിജീവിക്കും, മർദ്ദിത ജനകോടികൾ അതിജീവിക്കും. തീർച്ചയായും അതിജീവനത്തിന്റെ ഒരു കാലം വരാനുണ്ട്. ഈ ഇരുണ്ട കാലങ്ങൾ, ഈ അക്രമത്തിന്റെ കാലങ്ങൾ, ഈ അനീതിയുടെ കാലങ്ങൾ, ഈ ക്രൂരതയുടെ കാലങ്ങൾ അവസാനിച്ചുകൊണ്ട് ലോകത്ത് വെളിച്ചവും സമാധാനവും നീതിയും ന്യായവും സ്ഥാപിതമാവുന്ന ഒരു കാലഘട്ടം വരും. അങ്ങനെ ഒരു കാലഘട്ടത്തെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടെങ്കിൽ, സന്തോഷ വാർത്ത അറിയിച്ചിട്ടുണ്ടെങ്കിൽ അത് സമാഗതമാവുക തന്നെ ചെയ്യും. പിന്നെ ഫലസ്തീനിൽ നടക്കുന്നതോ തീർച്ചയായും അത് പോരാട്ടമാണ്. ആ പോരാട്ടം വിജയം കണ്ടേ അടങ്ങുകയുള്ളൂ. ആ പോരാട്ടം ലോകത്ത് ഒരു നിശ്ചിത കാലം വരെ നിലനിൽക്കുക എന്നത് അള്ളാഹുവിന്റെ തീരുമാനമാണ്. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. ലാ തസാലു ത്വായിഫത്തും മിൻ ഉമ്മത്തി ഖായിമീന അലൽ ഹഖ് ലാ യദുർറുഹും മൻ ഖദലഹും വലാ മൻ ഖലഫഹും. എന്റെ സമുദായത്തിൽപ്പെട്ട ഒരു വിഭാഗം ആളുകൾ അവര് സത്യത്തിൽ അടിയുറച്ചുകൊണ്ടേയിരിക്കും, അവര് നീതിയിൽ അടിയുറച്ചുകൊണ്ടേയിരിക്കും, അവര് സത്യത്തിന് വേണ്ടി പോരാടിക്കൊണ്ടേയിരിക്കും. ലാ യദുർറുഹും മൻ ഖദലഹും വലാ മൻ ഖലഫഹും. ആരെങ്കിലും അവരോട് വിയോജിച്ചു എന്നതുകൊണ്ടോ, ആരെങ്കിലും അവരെ കൈവെടിഞ്ഞു എന്നതുകൊണ്ടോ, ആരെങ്കിലും അവരെ തള്ളിപ്പറഞ്ഞു എന്നതുകൊണ്ടോ അവർക്കൊരു പ്രശ്നവുമില്ല. അതൊന്നും അവരെ ബാധിക്കുന്ന കാര്യമല്ല. ഹത്താ യഅതിയഹും അംറുല്ലാഹ്. അല്ലാഹുവിന്റെ കാര്യം വരുന്നത് വരെ, അല്ലാഹുവിന്റെ തീരുമാനം വരുന്നത് വരെ ലോകത്തെ കല്ലും മരവുമെല്ലാം ജൂതന് പ്രതികൂലമായി വന്നുകൊണ്ട് ആ കല്ലും മരവുമെല്ലാം ജൂതനെതിരെ സംസാരിക്കുന്ന ഒരു കാലം വരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ. വറക്കത് മരമൊഴികെ എല്ലാ മരങ്ങളും ഇതാ എന്റെ പിന്നിൽ ഒരു യഹൂദി ഒളിച്ചിരിക്കുന്നു, തആൽ ഫഖ്തുൽഹു. ഈ സയനിസ്റ്റ്, ഈ ക്രൂരത വിതക്കുന്ന സയനിസ്റ്റിനെ നീ കൊന്നുകളാ എന്ന് പറയുന്ന ഒരു കാലം വരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടല്ലോ. ഇതാണ് അല്ലാഹുവിന്റെ കൽപ്പന വരുന്നത് വരെ എന്ന് പറഞ്ഞത്. അവരെ പോരാടിക്കൊണ്ടേയിരിക്കും. ഖീല യാ റസൂലല്ലാഹ് ഐനഹും. പ്രവാചകരെ, എവിടെയാണ് അവരുള്ളത്? ഒരു ജനവിഭാഗം എന്നും സത്യത്തിൽ അടിയുറച്ച് പോരാടിക്കൊണ്ടേയിരിക്കും എന്ന് ചോദിക്കുമ്പോൾ എവിടെയാണ് അവരുള്ളത്? സ്വഹാബിമാര് ചോദിക്കുകയാണ്. ബൈത്തുൽ മഖ്ദിസി, ബൈത്തുൽ മഖ്ദിസി വ അക്നാഫ ബൈത്തുൽ മഖ്ദിസി. അവര് ബൈത്തുൽ മഖ്ദിസിലും ബൈത്തുൽ മഖ്ദിസിന്റെ പരിസര പ്രദേശങ്ങളിലുമാണുള്ളത്. ആ പോരാട്ടമാണ് ഇന്ന് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ജയപരാജയങ്ങൾ ഭൗതികമായ മാനദണ്ഡങ്ങളിൽ നമുക്ക് വിലയിരുത്തുവാൻ സാധിക്കുന്നതല്ല. കാരണം ഇത് അള്ളാഹുവിന്റെ തീരുമാനത്തോടുകൂടി നടക്കുന്ന പോരാട്ടമാണ്. അതാണ് ഇമാം ഇബ്നു ഹജർ അൽ-അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിച്ചത്. അദ്ദേഹം പറഞ്ഞു, വൽ മുറാദു ബില്ലദീന യകൂനൂന ബിബൈത്തുൽ മഖ്ദിസി. ബൈത്തുൽ മഖ്ദിസിൽ അതിന്റെ ചുറ്റുപാടിൽ നിന്നുകൊണ്ട് ഒരുപാട് ആളുകൾ പോരാട്ടം നയിച്ചുകൊണ്ടേയിരിക്കുമെന്ന് പറഞ്ഞതുകൊണ്ടുള്ള ഉദ്ദേശം അല്ലദീന യഹ്സുറുഹുമുദ് ദജ്ജാലു ഇദാ ഖറജ. ദജ്ജാൽ പുറപ്പെട്ടാൽ ദജ്ജാൽ ഉപരോധിക്കുന്നതും അവരെയാണ്. ദജ്ജാലിനോട് പോരാടുന്നതും ആ ജനതയാണ്. ആ ജനത ദജ്ജാലിനോട് പോരാടാനുള്ള ജനതയാണ്. ജൂതന്മാര് ദജ്ജാലിന്റെ ഭാഗത്ത് നിൽക്കുമ്പോ ആ ജനതയാണ് ദജ്ജാലിനോടുള്ള പോരാട്ടത്തിന്റെ മുൻപന്തിയിലേക്ക് അല്ലാഹു തആല തെരഞ്ഞെടുത്തിട്ടുള്ളത്. അതാണ് ആ ജനത. അതുകൊണ്ട് ആ പോരാട്ടത്തിൽ നമ്മൾ അസ്വസ്ഥരായിട്ട് കാര്യമില്ല. ഫയൻസിലു ഈസാ ഇലൈഹിം ഫയഖ്തുലു ദജ്ജാൽ. അവരിലേക്കാണ് ഈസാ അലൈഹിസ്സലാം ഇറങ്ങി വരുന്നതും ദജ്ജാലിനെ കൊല്ലുന്നതും. ഈസാ അലൈഹിസ്സലാം ഇറങ്ങി വരുന്നതും അവരിലേക്കാണ്. ദജ്ജാലിനെ കൊല്ലുന്നതും ഈസാ അലൈഹിസ്സലാമാണ്. ആ ഈസാ അലൈഹിസ്സലാമിയുടെ പിന്നിൽ അണിനിരന്നുകൊണ്ട് ദജ്ജാലിനെതിരെ പോരാട്ടം നയിക്കുന്ന ഒരു സംഘമാണവർ. ഇപ്പോൾ ഫലസ്തീനികൾ അഭിമുഖീകരിക്കുന്ന പ്രയാസം കണ്ട് നമ്മളാരും നിരാശപ്പെടുകയല്ല വേണ്ടത്. നിരാശ കൊണ്ട് കാര്യമില്ല. നമ്മൾ അവർക്ക് വേണ്ടി പരമാവധി പ്രാർത്ഥിക്കുക. അതോടൊപ്പം തന്നെ ഇസ്രായേലിന്റെ ഉൽപ്പന്നങ്ങളെ കഴിവിന്റെ പരമാവധി ബഹിഷ്കരിക്കുക. കഴിവിന്റെ പരമാവധി ഇസ്രായേലിന്റെ ഉൽപ്പന്നങ്ങളെ ബഹിഷ്കരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. ഒരേ സമയം നമ്മൾ ഇസ്രായേലിന് എതിരാണെന്ന് പറയുകയും ഫലസ്തീൻ മക്കളുടെ കൂടെയാണെന്ന് പറയുകയും ഇസ്രായേലിന്റെ ഉൽപ്പന്നങ്ങൾ നമ്മുടെ ഫ്രിഡ്ജുകളിലും മറ്റിടങ്ങളിലും കയറ്റിവെക്കുകയും ചെയ്യുന്ന വിരോധാഭാസം അത് ഈമാനിൽ നിന്ന് വരുന്നതല്ല, നിഫാഖിൽ നിന്ന് വരുന്നതാണ്.
അത് കാപട്യത്തിൽ നിന്ന് വരുന്നതാണ്. ഫലസ്തീൻ മക്കൾ കൂട്ടക്കശാപ്പിനിരയാവുമ്പോൾ സഹോദരങ്ങളെ, ഇസ്രയേലിന്റെ ഉൽപ്പന്നങ്ങൾ എന്ന് പറയുന്നത്, അത് ഉപയോഗിക്കുക എന്ന് പറയുന്നത് ഫലസ്തീൻ മക്കളുടെ രക്തം കുടിക്കുന്നതിന് തുല്യമായിട്ടുള്ള ക്രൂരതയാണെന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധ്യമാവണം. അതുകൊണ്ട് ഒഴിവാക്കാൻ കഴിയുന്നിടത്തോളം ഒഴിവാക്കുക. ഇസ്രയേൽ എന്ന് പറയുന്ന ഒരു രാജ്യം സാങ്കേതികമായ ഏറ്റവും ഉന്നതമായ മികവിൽ നിൽക്കുന്ന രാജ്യമാണ്, ആർക്കും അതിൽ സംശയമില്ല. പക്ഷെ ഉൽപ്പന്ന ബഹിഷ്കരണത്തെ സംബന്ധിച്ച് പറയുമ്പോൾ എത്രത്തോളം സാധ്യമാവുമെന്ന ചോദ്യം ചിലർ ഉയർത്തും. പക്ഷേ ഞാൻ പറയുന്നു, സാധ്യമാവുന്നിടത്തോളം അത് ചെയ്യുക. ഫത്തഖുല്ലാഹ മസ്തതഅ്തും, നിങ്ങൾ സാധ്യമാവുന്നിടത്തോളം അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്നതാണ്. പക്ഷേ അങ്ങനെ പലസ്തീനിൽ ഒരു പോരാട്ടം തന്നെ, അതല്ലെങ്കിൽ ഇസ്രയേലിന്റെ ക്രൂരതകളൊന്നും കാണാത്ത രീതിയിൽ ഒരു സമീപനം നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാവുക എന്ന് പറയുമ്പോൾ അതൊരിക്കലും ശരിയായിട്ടുള്ള ഒരു രീതിയല്ല. പലസ്തീൻ മക്കൾ കൂട്ടക്കശാപ്പിനിരയാവുകയാണ്. അവിടെ അറബ് മുസ്ലിം ഭരണാധികാരികളുടെ നിഷ്ക്രിയത്വവും നിശബ്ദതയും ഒക്കെ നമ്മളെപ്പോഴും ചർച്ച ചെയ്യുന്നതാണ്. ലോകമത് കാണുന്നതാണ്. വല്ലാത്ത ഒരു മൗനമാണ്, പൈശാചികമായ മൗനം. ഇത്ര വലിയ അക്രമങ്ങൾ നടമാടുമ്പോഴും അവരെ ഖുദ്സിനോടുള്ള ബാധ്യത നിറവേറ്റുന്നുണ്ടോ? മുസ്ലിം ഭരണാധികാരികളെ ചിന്തിക്കേണ്ട കാര്യമാണ്. അവരെ ഖുദ്സിനോടുള്ള ബാധ്യത നിറവേറ്റിയോ? അവരാദ്യ ഖിബലയോടുള്ള ബാധ്യത നിറവേറ്റിയോ? അവർ ദുർബലരായ സ്ത്രീകൾക്കും കുഞ്ഞുങ്ങൾക്കും വേണ്ടി എന്തു ചെയ്തു? സ്വന്തം ഭവനങ്ങളിൽ താമസിക്കാൻ സാധിക്കാതെ ആ ഭവനങ്ങളെ ബോംബിട്ട് തകർക്കപ്പെടുമ്പോ ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, ആ സ്ത്രീകൾക്ക് വേണ്ടി, ആ വൃദ്ധർക്ക് വേണ്ടി, ഫലസ്തീനികൾക്ക് വേണ്ടി മുസ്ലിം ഭരണാധികാരികൾ എന്തു ചെയ്തു? അതിനുള്ള ബാധ്യത അവർക്കില്ലേ? റബ്ബിന്റെ കോടതിയിൽ ആ ചോദ്യം ഉയരില്ലേ? വമാലക്കും ലാ തുഖാതിലൂന ഫീ സബീലില്ലാഹി വൽ മുസ്തദഅഫീന മിനർ റിജാലി വൻ നിസാഇ വൽ വിൽദാൻ അല്ലദീന യഖൂലൂന റബ്ബനാ അഖ്രിജ്നാ മിൻ ഹാദിഹിൽ ഖറിയത്തി അൽളാലിമി അഹ്ലുഹാ ഫജഅൽ ലനാ മിൻ ലദുൻക സുൽത്താനൻ വജഅൽ ലനാ മിൻ ലദുൻക വലിയൻ വജഅൽ ലനാ മിൻ ലദുൻക നസീറാ. അല്ലാഹു പറയുന്നുണ്ടല്ലോ, വമാലക്കും ലാ തുഖാതിലൂന ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ പോരാടാതിരിക്കാൻ നിങ്ങൾക്ക് എന്ത് ന്യായമാണുള്ളത്? വൽ മുസ്തദഅഫീന മിനർ റിജാലി വൻ നിസാ, ദുർബലരായ സ്ത്രീകൾക്കും കുഞ്ഞുങ്ങൾക്കും വേണ്ടി, ദുർബലരായിട്ടുള്ള സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വേണ്ടി പോരാടാതിരിക്കാൻ നിങ്ങൾക്ക് എന്ത് ന്യായമാണുള്ളത്? വൽ വിൽദാനില്ലദീന യഖൂലൂന റബ്ബനാ അഖ്രിജ്നാ മിൻ ഹാദിഹിൽ ഖറിയത്തി അൽളാലിമി അഹ്ലുഹാ, പടച്ച തമ്പുരാനെ ഞങ്ങൾക്ക് നീ വിമോചനം നൽകണമേ. അല്ലാഹുവേ, അക്രമികളായ ജനത ഞങ്ങളെ മർദ്ദിച്ചു കൊണ്ടിരിക്കുന്നു. ഈ ജനതയിൽ നിന്ന് ഞങ്ങൾക്ക് നീ വിമോചനം പ്രദാനം ചെയ്യണേ എന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പോരാടാതിരിക്കാൻ എന്താണ് നിങ്ങൾക്ക് ന്യായമുള്ളതെന്നാണ് ചോദിക്കുന്നത്. വജഅൽ ലനാ മിൻ ലദുൻക വലിയൻ വജഅൽ ലനാ മിൻ ലദുൻക നസീറാ, അല്ലാഹുവേ നിന്റെ അടുക്കൽ നിന്ന് രക്ഷാധികാരിയെ, സഹായിയെ ഞങ്ങൾക്ക് നീ നൽകണേ എന്ന് റബ്ബിനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന, കേണുകൊണ്ടിരിക്കുന്ന, ദുആയിരന്നു കൊണ്ടിരിക്കുന്ന ആ പലസ്തീൻ ജനതയ്ക്ക് വേണ്ടി പോരാടാതിരിക്കാൻ ലോക ഇസ്ലാമിക സമൂഹത്തിന് അവരുടെ പക്ഷത്ത് നിന്നുകൊണ്ടുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കാൻ എന്ത് ന്യായമാണുള്ളത് എന്നാണ് ഖുർആന്റെ ഈ ചോദ്യത്തെ ഈ കാലഘട്ടത്തിൽ നമ്മൾ വായിക്കേണ്ടത്. ആ രീതിയിൽ തന്നെയാണ് നമ്മൾ വായിക്കേണ്ടത്. വല്ലാത്ത പ്രയാസങ്ങളിലൂടെയാണ് പലസ്തീൻ ജനത മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആവശ്യമായ ശുശ്രൂഷ ലഭിക്കാതെ, പ്രസവ ശുശ്രൂഷ പോലും ലഭിക്കാതെ, ആവശ്യമായ ചികിത്സ നൽകാൻ കഴിയാതെ വരെ പ്രയാസപ്പെടുകയാണ്. അമ്മമാരുടെ ശുഷ്കിച്ച ശരീരത്തിൽ നിന്ന് അമ്മിഞ്ഞ പാൽ ലഭിക്കാതെ കൊച്ചു കുഞ്ഞുങ്ങൾ മരണമടയുന്ന വാർത്തകളാണ് നാം ദിനം പ്രതി കേട്ടുകൊണ്ടിരിക്കുന്നത്. മലമൂത്ര വിസർജനത്തിന് സൗകര്യമില്ലാതെ ആളുകൾ ഗാസയിലും റഫയിലും കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതാണ് ആ ജനതയുടെ ദുരിതം എന്ന് പറയുന്നത്. അവരെ സ്വീകരിക്കാൻ ആരും തയ്യാറാവുന്നില്ല. ഇവിടെ ഫലസ്തീന്റെ പക്ഷത്തു നിന്നുകൊണ്ട് കൃത്യമായ നിലപാട് സ്വീകരിക്കുവാൻ എന്തുകൊണ്ട് സാധ്യമാവാതെ പോകുന്നു? നമ്മൾ ഈ പറഞ്ഞ മുസ്ലിം നേതാക്കന്മാർക്ക്, ഭരണാധികാരികൾക്ക്, ഭരണകൂടങ്ങൾക്ക് എന്തുകൊണ്ട് സാധ്യമാവാതെ പോകുന്നു എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം അവരെ ഭയം വേട്ടയാടുന്നു എന്നുള്ളതാണ്. അവരെ പേടി വേട്ടയാടുന്നു എന്നുള്ളതാണ്. ഭയം ഒരിക്കലും തന്നെ വിശ്വാസികളെ വേട്ടയാടാൻ പാടില്ല. ഭയത്തെയല്ല തൗഹീദ് ഉൽപ്പാദിപ്പിക്കുന്നത്. തൗഹീദ് ഉൽപ്പാദിപ്പിക്കുന്ന ധീരതയാണ്. തൗഹീദ് ഉൽപ്പാദിപ്പിക്കുന്ന ആർജവത്തെയും തന്റേടത്തെയും നിലപാടിനെയുമാണ്. അതുകൊണ്ട് ആ ഖുർആൻ പറഞ്ഞത്, ഫലാ തഖ്ശവുന്നാസ വഖ്ശൗനി, നിങ്ങൾ ജനങ്ങളെ ഭയപ്പെടരുത്, നിങ്ങൾ എന്നെ മാത്രം ഭയപ്പെടുക.
ഇതാ ഞങ്ങൾ പലസ്തീൻ മക്കൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ, അവർക്ക് വേണ്ടി സംസാരിച്ചു കഴിഞ്ഞാൽ, അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും ഇസ്രയേലും അടക്കം എല്ലാവരും ഞങ്ങൾക്കെതിരാവും, അവരെല്ലാവരും ഞങ്ങളെ വിഴുങ്ങിക്കളയും. ഇതൊരു പേടിയാണ്. ഈ പേടി വിശ്വാസികളെ പിടികൂടാൻ പാടില്ല. വഇയ്യായ ഫർഹബൂൻ, നിങ്ങൾ എന്നെ മാത്രം ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുക. അല്ലാഹു പറയാ, ഇന്നമാ ദാലികുമു ശൈത്വാനു യുഖബ്ബിബു ഔലിയാഹു ഫലാ തഖാഫൂഹും വഖാഫൂനി ഇൻ കുൻതും മുഅ്മിനീൻ. നിശ്ചയം പിശാചാണ് അവന്റെ മിത്രങ്ങളെ ഭയപ്പെടുത്തുന്നത്. അല്ലാഹു ഭയപ്പെടുത്തുകയില്ല. അല്ലാഹു പ്രതീക്ഷകളാണ് സമ്മാനിക്കുക. അതുകൊണ്ട് ഫലാ തഖാഫൂഹും വഖാഫൂനി ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾ അവരെ ഭയപ്പെടരുത്. അല്ലാഹു പറയാണ്, നിങ്ങൾ എന്നെ മാത്രം ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുക. നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ, നിങ്ങളുടെ ഹൃദയത്തിൽ ഈമാൻ ഉണ്ടെങ്കിൽ, നിങ്ങളുടെ ഹൃദയത്തിൽ തൗഹീദ് ഉണ്ടെങ്കിൽ, നിങ്ങൾ എന്നിൽ മാത്രം വിശ്വാസം അർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. അല്ലാഹുവിൽ മാത്രം വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ആരെയും ഭയപ്പെടാതെ മുന്നോട്ട് പോകുന്ന ഒരു സംഘമാണ് മുസ്ലിങ്ങൾ. അതാണ് സ്വഹാബത്തിന്റെ ചരിത്രം എന്ന് പറയുന്നത്. മഹാനായ ഖാലിദ് ഇബ്നുൽ വലീദ് റളിയല്ലാഹു അൻഹു പേർഷ്യയിലേക്ക് സൈനിക നീക്കം നടത്തുന്നതിന്റെ മുന്നോടിയായി പേർഷ്യൻ രാജാവിനൊരു കത്തെഴുതുന്നുണ്ട്. എന്താണ് ഇസ്ലാമിക സമൂഹത്തിന്റെ ഹൃദയത്തിൽ ഉണ്ടാവേണ്ടുന്ന ധീരത എന്ന് ഖാലിദ് ഇബ്നുൽ വലീദ് റളിയല്ലാഹു അൻഹുവിന്റെ ആ സന്ദേശം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. നിങ്ങൾ ജീവിതത്തെ സ്നേഹിക്കുന്നത് പോലെ, മരണത്തെ സ്നേഹിക്കുന്ന, നിങ്ങൾ ഐഹിക ജീവിതത്തെ പ്രേമിക്കുന്നത് പോലെ പാരത്രിക ജീവിതത്തെ പ്രേമിക്കുന്ന ഒരു സൈന്യത്തെയും കൊണ്ടാണ് ഞാൻ വരുന്നത്. പേർഷ്യൻ സേനാനായകനോട് പറയാണ്, നിങ്ങൾ ജീവിതത്തെ സ്നേഹിക്കുന്നത് പോലെ മരണത്തെ സ്നേഹിക്കുന്ന, നിങ്ങൾ ഐഹിക ജീവിതത്തെ പ്രേമിക്കുന്നത് പോലെ പാരത്രിക ജീവിതത്തെ പ്രേമിക്കുന്ന ഒരു സൈന്യത്തെയും കൊണ്ടാണ് ഞാൻ വരുന്നത്. ഖാലിദ് ഇബ്നുൽ വലീദ് റളിയല്ലാഹു അൻഹുവിന്റെ ഈ കത്ത് വായിച്ചപ്പോ പേർഷ്യൻ സേനാനായകൻ ആകെ ഇടറിപ്പോയി എന്നുള്ളതാണ്. ഇസ്ലാമിക സമൂഹം മറ്റുള്ളവരുടെ ആദരവ് നേടണമെങ്കിൽ ധീരത എന്ന് പറയുന്ന ഈമാൻ ഉൽപ്പാദിപ്പിക്കുന്ന ആ ഘടകം തുടർച്ചയായിട്ടും നമ്മുടെ മനസ്സിലുണ്ടാവണം. ആരെയും ആക്രമിക്കുന്നവരല്ല, ആരോടും അന്യായം പ്രവർത്തിക്കുന്നവരല്ല, ആരോടും ക്രൂരത ചെയ്യാൻ വേണ്ടിയല്ല ധീരതയെ സംബന്ധിച്ച് പറയുന്നത്. പക്ഷേ പതരാതെ പ്രതിസന്ധിയിൽ ഉജ്ജ്വലമായി ജ്വലിച്ചു നിൽക്കുവാൻ ഇസ്ലാമിക ഉമ്മത്തിന് സാധ്യമാവണം. അങ്ങനെ സാധ്യമായി ശത്രുവിന്റെ പക്ഷത്ത് എത്രമാത്രം ആയുധങ്ങളും സജ്ജീകരണങ്ങളും സൈനിക ശക്തിയും ഉണ്ടെങ്കിലും ഇസ്ലാമിക ഉമ്മത്ത് ചരിത്രത്തിൽ എവിടെയും അതിന്റെ സുവർണ കാലഘട്ടത്തിൽ ഭയപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സഹാബത്തിന്റെയും കാലം നമുക്കറിയാം. തബൂക്കിന്റെ പശ്ചാത്തലം, ബനൂ ഖുറൈള, ബനൂ നളീർ, ബനൂ ഖൈനുഖാ, ഈ ജൂതഗോത്രങ്ങളെല്ലാം ചട്ടം കെട്ടി വന്നു ഖുറൈശികളുടെ കൂടെ. ഇസ്ലാമിക സമൂഹത്തിനെതിരിൽ എല്ലാവരും ഒറ്റക്കെട്ടായി വന്നു. ഖുറൈശികളും ജൂതഗോത്രങ്ങളും എല്ലാം ഒറ്റക്കെട്ടായി മദീനയെ വളഞ്ഞ സാഹചര്യത്തിൽ സഹോദരങ്ങളെ അപ്പോൾ പോലും അവര് ഭയപ്പെട്ടില്ല. അതാണ് വിശ്വാസികളെ സംബന്ധിച്ച് ഖുർആൻ പറഞ്ഞത്, അല്ലദീന ഖാല ലഹുമുന്നാസു ഇന്നന്നാസ ഖദ് ജമഉ ലക്കും ഫഖ്ശൗഹും ഫസാദഹും ഈമാനാ വഅലാ റബ്ബിഹിം യതവക്കലൂൻ വഖാലു ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ. അല്ലാഹു പറയാൻ, അല്ലദീന ഖാല ലഹുമുന്നാസ്, ജനങ്ങൾ അവരോട് പറയാണ്, ഇന്നന്നാസ ഖദ് ജമഉ ലക്കും, നിശ്ചയം ജനങ്ങൾ നിങ്ങൾക്കെതിരെ സംഘടിച്ചിരിക്കുന്നു. എല്ലാവരും ഒറ്റക്കെട്ടായി നിങ്ങൾക്കെതിരെ സംഘടിച്ചിരിക്കുന്നു. എല്ലാവരും നിങ്ങൾക്കെതിരാണ്. നിങ്ങൾ ഒറ്റക്കാണ്, എല്ലാവരും ഒറ്റക്കെട്ടാണ് എന്ന് വിശ്വാസികളോട് പറയപ്പെടുകയാണ്. ഫഖ്ശൗഹും, അതുകൊണ്ട് നിങ്ങൾ അത്യാവശ്യം പേടിച്ചോളിൻ, എല്ലാവരും നിങ്ങൾക്കെതിരാണ്. പക്ഷേ ഫസാദഹും ഈമാനാ, അവരെ ഭയപ്പെടുകയായിരുന്നില്ല, അവരുടെ വിശ്വാസം വർദ്ധിക്കുകയായിരുന്നു. വഖാലു ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ, അവര് പറഞ്ഞു, ഞങ്ങൾക്ക് അല്ലാഹു മതി. അല്ലാഹുവാണ് ഭരമേൽപ്പിക്കാൻ ഏറ്റവും ഉത്കൃഷ്ടനായ പടച്ചവൻ. അല്ലാഹു, അവനാണ് ഭരമേൽപ്പിക്കുവാൻ ഏറ്റവും ഉചിതനായവൻ, ഏറ്റവും നല്ലവൻ. അല്ലാഹു മതി ഞങ്ങൾക്ക്. സഹോദരങ്ങളെ, ഇങ്ങനെ പറയുന്നവർ മാത്രമാണ് വിശ്വാസികൾ. ഭീതിയും ആശങ്കകളും ഉമ്മത്തിനെ വേട്ടയാടുന്ന കാലമാണ്. അവിടെ അങ്ങനെ നടക്കുന്നു, ഇവിടെ ഇങ്ങനെ നടക്കുന്നു. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? വിശ്വാസികളെ ഇതൊന്നും വേട്ടയാടേണ്ടതില്ല. കാരണം നിർഭയത്വമാണ് ഈമാൻ സമ്മാനിക്കുന്നത്.
സുരക്ഷിതത്വമാണ് ഈമാൻ സമ്മാനിക്കുന്നത്. ബേജാറും വെപ്രാളവും ഭയവുമല്ല വിശ്വാസികളെ നയിക്കേണ്ടത്. വിശ്വാസികളെ സുരക്ഷിതത്വ ബോധമാണ്, സമാധാന ബോധമാണ്, അതുപോലെ തന്നെ ആർജവും നിലപാടുകളുമാണ്. സർവോപരി തഖ്വയും ഈമാനുമാണ്. എല്ലാ ഘട്ടത്തിലും തഖ്വയോടുകൂടി ഈമാനോടുകൂടി ജീവിക്കുക എന്നുള്ളതാണ്. പോരാട്ടങ്ങളും സംഘർഷങ്ങളും ധാരാളം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഒരു പ്രദേശത്ത് സംഘർഷം ഉണ്ടാകുമ്പോ ആ പ്രദേശത്ത് ആ പ്രദേശത്തേക്ക് ഖലീഫമാര് കത്തെഴുതും. ആ കത്തിന്റെയും പ്രധാന ഉള്ളടക്കം എന്ന് പറയുന്നത് നിങ്ങൾ തഖ്വയോടുകൂടി ജീവിക്കണം എന്നുള്ളതാണ്. തഖ്വയോടുകൂടി ജീവിക്കണം എന്നുള്ളതാണ്. ഉമർ റളിയല്ലാഹു അൻഹു കത്തെഴുതി സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹുവിന്. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ കത്തിന്റെ ഉള്ളടക്കം എന്താ? ഫഇന്നി ആമുറുക വമൻ മഅക ബിതഖ്വല്ലാഹി അലാ കുല്ലി ഹാൽ. സഅദേ, നിന്നോടും നിന്റെ കൂടെയുള്ള ആളുകളോടും ഞാൻ ഉപദേശിക്കുകയാണ്, അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ. അലാ കുല്ലി ഹാൽ, ഏതവസ്ഥയിലും അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ. സൈന്യത്തിന് കത്തെഴുതുമ്പോഴും സൈന്യത്തോട് പറയുന്നത്, പോരാളികളോട് പറയുന്നത്, തഖ്വയോട് കൂടി ഏതവസ്ഥയിലും ജീവിക്കണേ. ഫഇന്ന തഖ്വല്ലാഹി തആല അഫ്ദലുൽ ഉദ്ദത്തി അലൽ അദു. നിശ്ചയം തഖ്വ എന്ന് പറയുന്നത് ശത്രുവിനെതിരെയുള്ള ഏറ്റവും ഉത്കൃഷ്ടമായിട്ടുള്ള ആയുധമാണ്, സജ്ജീകരണമാണ്. തഖ്വയാണ് ഏറ്റവും വലിയ സജ്ജീകരണം. ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, വഅഖ്വൽ മഖീദത്തി ഫിൽ ഹർബ്, യുദ്ധത്തിലെ ഏറ്റവും ശക്തമായ തന്ത്രവും തഖ്വയാണ്. വആമുറുക വമൻ മഅക അൻ തകൂനു അശദ്ദ ഇഹ്തിറാസൻ മിനൽ മആസി. സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു പറയാണ്, സഅദേ, നിന്നോടും നിന്റെ കൂടെയുള്ള ആളുകളോടും ഞാൻ കൽപ്പിക്കുകയാണ്, പാപങ്ങളെ സംബന്ധിച്ചുള്ള ശക്തമായ ജാഗ്രതയാണ് നിങ്ങൾ നയിക്കേണ്ടത്. ഫഇന്ന ദുനൂബൽ ജൈശി അഖ്ബഖു അലൈഹിം മിൻ അദുവിഹിം. നിശ്ചയം സൈനികരുടെ പാപം എന്ന് പറയുന്നത് അവരുടെ ശത്രുക്കളെക്കാൾ കൂടുതൽ അവർ ഭയപ്പെടേണ്ടുന്ന കാര്യമാണ്. സൈനികരുടെ പാപം എന്ന് പറയുന്നത് അവരുടെ ശത്രുക്കളെക്കാൾ കൂടുതൽ അവർ ഭയപ്പെടേണ്ടുന്ന കാര്യമാണ്. അള്ളാഹു അത് മുഖേനയായിരിക്കും അവരെ പിടികൂടുക. യാ സഅദു, സഅദേ, ലാ തഖൂലു ഇന്ന അദുവനാ ശർറും മിന്നാ ഫലയുസല്ലിത അലൈനാ വഇന്ന സഅനാ. ലാ തഖൂലു, നിങ്ങൾ പറഞ്ഞേക്കരുത്, ഇന്ന അദുവനാ ശർറും മിന്നാ, നിശ്ചയം ഞങ്ങളുടെ ശത്രു ഞങ്ങളെക്കാൾ മോശമാണ്. ഞങ്ങൾ അത്യാവശ്യം ചെറിയ തെറ്റുകളൊക്കെ ചെയ്യുന്നുണ്ട്, പക്ഷേ ഞങ്ങളുടെ ശത്രു ഞങ്ങളെക്കാൾ മോശമാണ്, അതിലും ഭീകരമായ തെറ്റുകൾ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ആശ്വാസം കൈകൊള്ളരുത്. ഫലയുസല്ലിത അലൈനാ, ശത്രു തെറ്റ് ചെയ്യുന്നത് കാരണം ശത്രുവിന് ഞങ്ങളുടെ മേൽ ആധിപത്യം നേടാൻ കഴിയില്ല. വഇന്ന സഅനാ, ഞങ്ങൾ തെറ്റ് ചെയ്താലും ശത്രുവും തെറ്റ് ചെയ്യുന്നുണ്ടല്ലോ എന്ന് നിങ്ങൾ പറഞ്ഞേക്കരുത്. കാരണം ഇസ്ലാമിന്റെ എതിരാളികൾ അവരുടെ ആയുധത്തിന്റെയും ആൾബലത്തിന്റെയും ശക്തിയിലാണ് ജയിക്കുക. എന്നാൽ ഇസ്ലാമിക ഉമ്മത്തിന്റെ വിജയം തഖ്വയുടെയും ഈമാനിന്റെയും അടിത്തറയിലാണ്. സഹോദരങ്ങളെ, കലുഷിതമായ ദേശീയ അന്തർദേശീയ സാഹചര്യത്തിൽ ഇസ്ലാമിക ഉമ്മത്തിന് കൂടുതൽ തഖ്വയും ഈമാനും ആവശ്യമാണ്. ആ തഖ്വയുടെ പരിശീലന കളരിയാണ് വരാൻ പോകുന്ന റമദാൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് സമകാലികമായ വെല്ലുവിളികളെ അതിജീവിക്കാൻ വിശ്വാസികൾ അവരുടെ തഖ്വയും അവരുടെ ഈമാനും വർദ്ധിപ്പിച്ചേ പറ്റൂ. പാപങ്ങളിൽ നിന്ന് കഴിവിന്റെ പരമാവധി അകന്നുകൊണ്ടുള്ള ജീവിതം പരിശീലിച്ചേ പറ്റൂ. റബ്ബ് തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതിജീവനത്തിന്റെ പ്രധാന വഴി എന്ന് പറയുന്നത് തഖ്വയും ഈമാനും കൂടുതൽ കരുത്താർജിച്ചുകൊണ്ട് പാപപങ്കിലമല്ലാത്ത ജീവിതം നയിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുക എന്നതാണ്. റബ്ബ് തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു ഫലസ്തീൻ മക്കളെ സഹായിക്കുമാറാവട്ടെ. അവിടുത്തെ സ്ത്രീകളോടും കുഞ്ഞുങ്ങളോടും വൃദ്ധജനങ്ങളോടും അല്ലാഹുവേ നീ കരുണ കാണിക്കണമേ റബ്ബേ. അവർക്ക് നീ ഭക്ഷണവും വൈദ്യുതിയും വെളിച്ചവും ശരിയായ ചികിത്സയും നൽകി അനുഗ്രഹിക്കണമേ തമ്പുരാനെ. അല്ലാഹുവേ, കുഞ്ഞുമക്കളെയും സ്ത്രീകളെയും നീ പട്ടിണിക്കിട്ട് കഷ്ടപ്പെടുത്തല്ല റബ്ബേ. അല്ലാഹുവേ, ദുരിത കയത്തിൽ നിന്ന് അവരെ നീ കരകയറ്റണമേ തമ്പുരാനെ. അല്ലാഹുവേ, ബൈത്തുൽ മഖ്ദിസിന് നീ സമ്പൂർണമായ മോചനം പ്രദാനം ചെയ്യണമേ റബ്ബേ. അല്ലാഹുവേ, ജമാഅത്തുകൾ ബൈത്തുൽ മഖ്ദിസിൽ ആ പഴയ അവസ്ഥയിൽ തന്നെ പുനരാരംഭിക്കാനുള്ള തൗഫീഖ് നൽകി നീ അനുഗ്രഹിക്കണമേ റബ്ബേ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും. ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ.
الحمد لله رب العالمين والصلاة والسلام على الرسول الأمين محمد وعلى آله وصحبه أجمعين. أيها الناس أوصيكم وإياي ثانيا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ബഹുമാന്യരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ, ജീവിതത്തിലെ എല്ലാ മേഖലകളിലും തഖ്വയോടുകൂടി ജീവിക്കുവാൻ എന്നോടെന്ന പോലെ നിങ്ങളോടും ഒരിക്കൽ കൂടി ഉപദേശിക്കുകയാണ്. അല്ലാഹു തആല നമുക്കെല്ലാവർക്കും തഖ്വയും ഈമാനുമുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു തആല നമ്മെ ഇവിടെ ഒരുമിച്ച് കൂട്ടിയതുപോലെ നാളെ അവന്റെ നിരവധി അനുഗ്രഹങ്ങൾ നിറഞ്ഞ ജന്നാത്തുൽ ഫിർദൗസിലും ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. അല്ലാഹു തആല നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും അവന്റെ പ്രീതിയിലും അവന്റെ പൊരുത്തത്തിലുമാക്കി തീർക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, അയൽവാസികൾ എല്ലാവർക്കും അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവരുടെയും നമ്മുടെയും ഖബർ അല്ലാഹു കണ്ണെത്താ ദൂരത്തോളം വിശാലമാക്കി തരുമാറാവട്ടെ, വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. അല്ലാഹു അവന്റെ അർശിന്റെ രാജസിംഹാസനത്തിന്റെ നിഴൽ നൽകിക്കൊണ്ട് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വലത് കൈയിൽ ഗ്രന്ഥം നേടിയെടുക്കുന്നവരുടെ കൂട്ടത്തിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ശഫാഅത്തുൽ ഉലമായുടെ ഭാഗമാവുന്നവരുടെ കൂട്ടത്തിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ കരങ്ങളിൽ നിന്ന് ഹൗദുൽ കൗസറിന്റെ മഹത്തായ പാനീയം വാങ്ങിച്ചു കുടിക്കുന്നവരുടെ കൂട്ടത്തിലും സിറാത്തിലൂടെ മിന്നൽ വേഗത്തിൽ പ്രയാണം ചെയ്യുന്നവരുടെ ഗണത്തിലും ഫിർദൗസിൽ പ്രവാചകന്മാരോടൊപ്പം സുദ്ദീഖുകളോടൊപ്പം ശുഹദാക്കളോടൊപ്പം സ്വാലിഹീങ്ങളോടൊപ്പം മാതാപിതാക്കളോടൊപ്പം മക്കളോടൊപ്പം സന്തോഷത്തോടെ സംഗമിക്കുന്നവരുടെ കൂട്ടത്തിലും റബ്ബ് തആല നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വൃദ്ധരായ വയസ്സായ നമ്മുടെ മാതാപിതാക്കൾക്ക് അല്ലാഹു തആല ആരോഗ്യത്തോടു കൂടിയുള്ള ദീർഘായുസ്സ് പ്രത്യേകമായി നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു നമ്മുടെ മക്കൾ അവരെഴുതുന്ന എല്ലാ പരീക്ഷകളിലും ഉന്നതമായ വിജയം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവർക്ക് ഉയർന്ന വിദ്യാഭ്യാസവും ഉന്നതമായ തൊഴിലും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. തഖ്വയും ഈമാനുമുള്ള സന്താനങ്ങളാക്കി അല്ലാഹു തആല നമ്മുടെ സന്താനങ്ങളെ മാറ്റുമാറാവട്ടെ. നമ്മുടെ ഭാര്യാ സന്താനങ്ങളിൽ അല്ലാഹു കൺകുളിർമ പ്രദാനം ചെയ്യുമാറാവട്ടെ. കടങ്ങളിൽ നിന്ന്, ബുദ്ധിമുട്ടുകളിൽ നിന്ന്, അതുപോലെ തന്നെ അപകട മരണങ്ങളിൽ നിന്ന്, പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന്, മാരകമായ രോഗങ്ങളിൽ നിന്ന്, മറ്റെല്ലാ ദുരിതങ്ങളിൽ നിന്നും പരീക്ഷണങ്ങളിൽ നിന്നും അല്ലാഹു നമ്മയും നമ്മുടെ കുടുംബത്തെയും നമ്മോട് ബന്ധപ്പെട്ട മുഴുവൻ ആളുകളെയും രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹ്, പടച്ചവനെ ഞങ്ങൾ നിന്നെ വിളിക്കുകയാണ്. പടച്ചവനെ, നിന്നെ അല്ലാഹ് എന്ന് വിളിക്കാൻ നിനക്ക് കോടാനക്കോടി അടിമകളുണ്ട്. പടച്ചവനെ, ഞങ്ങൾക്ക് ഉടമസ്ഥനായി, റബ്ബായി, നാഥനായി റബ്ബേ നീ മാത്രമേ ഉള്ളൂ. അല്ലാഹുവേ, ഞങ്ങളുടെ എല്ലാ ദുആകളും നീ സ്വീകരിക്കണമേ റബ്ബേ. അല്ലാഹുവേ, ഫലസ്തീൻ മക്കളെ നീ സഹായിക്കണമേ റബ്ബേ. അല്ലാഹുവേ, ഇസ്രായേലിനെ നീ പാഠം പഠിപ്പിക്കണമേ റബ്ബേ. പടച്ചവനെ, ഫലസ്തീനിലെ കുഞ്ഞുങ്ങൾ, ഫലസ്തീനിലെ സ്ത്രീകൾ, പടച്ചതമ്പുരാനെ എല്ലാവരെയും നീ സഹായിക്കണമേ റബ്ബേ. അല്ലാഹുവേ, അവർക്ക് അപ്പവും അഭയവും അന്നവും അല്ലാഹുവേ ചികിത്സയും ശുശ്രൂഷകളും ലഭിക്കുന്ന അവസ്ഥയും സാഹചര്യവും ഉണ്ടാക്കണമേ തമ്പുരാനെ. അല്ലാഹുമ്മ റബ്ബ അന്നബി ബക്കർ വഉമർ വഉസ്മാൻ വഅലി വഅൻ ബഖിയത്തി സ്വഹാബത്തി വസ്വഹാബിയത്തി കുല്ലിഹിം അജ്മഈൻ. അല്ലാഹുമ്മ اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم لا تعذبنا بالنار ولا تجعلنا من حطب النار إنها بئس الدار وبئس المثوى وبئس القرار. اللهم لا تجعل في قلوبنا غلا للذين آمنوا ربنا إنك أنت رؤوف رحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله على سيدنا محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين.